സംഗതികൾ ഞാൻ പേസ്റ്റ് ചെയ്യാം. ദി സ്റ്റാറ്റസ് ഓഫ് ജൂസ് ആൻഡ് ക്രിസ്ത്യൻസ് ഇൻ അറേബ്യ. ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും സ്ഥാനം അറേബ്യയിൽ എന്താണെന്ന് ഞാനിവിടെ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. അച്ഛൻ ബ്രദർ കുറെ എടുത്തായിരുന്നു ഖുറാനിക് ആയത്തുകളൊക്കെ. അവരെന്താ ചെയ്യണ്ടേന്ന് വെച്ചാൽ അവര് നബി ചെറിയ ഫോളോ ചെയ്യണം, പിൻപറ്റണം. നബി എന്ത് ഉദ്ദേശിച്ചു അതായിരിക്കണം ഇപ്പത്തെ മുഹമ്മദിയർ ചെയ്യേണ്ടത്. നബി ചെറിയ എന്തായിരുന്നു, നബിയുടെ മനസ്സിൽ എന്തായിരുന്നു, ക്രിസ്ത്യാനിയ ജൂതന്റെ കാര്യത്തിൽ അവര് തീരുമാനിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് സഹി മുസ്ലിം മുസ്നാദ് അഹമ്മദ് കോപ്പി ചെയ്യുന്നു. നോട്ട് എടുക്കണമെങ്കിൽ നോട്ട് എടുത്തോളൂ കേട്ടോ. എനിക്ക് എൻ്റെ കയ്യിൽ ഉള്ളതൊക്കെ ഞാൻ വെളിപ്പെടുത്തുകയാണ്. അപ്പൊ സഹി മുസ്ലിം 1767 ആൻഡ് മുസ്നാദ് അഹമ്മദ് രണ്ടിലും ഒന്നാണ് എഴുതിയേക്കുന്നത്. അത് കാരണം ഞാൻ ഒരെണ്ണം വായിക്കുന്നുള്ളൂ. ഇഫ് ഐ ലിവ് ഇൻ ഷാ ഖൈറുൽ മാക്കറീൻ I shall certainly expel the Jews and Christians from the Arabian Peninsula. അപ്പൊ മൊത്തം അറേബ്യൻ പെനിൻസുലയിൽ നിന്ന് അബുൽ ഖാസിമിന് ജീവനുണ്ടായിരുന്നെങ്കിൽ ജൂതന്മാരെയും ക്രിസ്ത്യാനിയിലും എന്നേക്കും പുള്ളിക്കാരൻ എക്സ്പെൽ ചെയ്യും. അത് എല്ലാ മുഹമ്മദിയരുടെ ദൃഢനിശ്ചയം ആവേണ്ടതാണ്. ബിക്കോസ് ഇത് നബിചര്യയാണ്, നബിയുടെ ആഗ്രഹമാണ്. നിങ്ങൾ എല്ലാവരും നബിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം എന്നേക്കും. ആ ദിവസത്തേക്കല്ല, എന്നേക്കും. അപ്പൊ 1767 നിങ്ങളത് ഒരു മിനിറ്റ്, 1767A ആണ് കേട്ടാ. അതിൽ A എന്നുള്ളൊരു സംഗതി ഉണ്ട്. ഓക്കെ, അടുത്തത് സഹി മുസ്ലിം ബുക്ക് 11 ഹദീത്ത് 46 പേസ്റ്റ് ചെയ്യുന്നു. Umar narrated, Ra, R-A-A, Ra. Umar narrated, I heard Abul Qasim say, I will certainly expel the Jews and Christians from the Arabian Peninsula so as to leave only Muslims in it. പുള്ളിയുടെ ആഗ്രഹം എന്തായിരുന്നു? മുസ്ലിംസ് മാത്രം ജീവിച്ചാൽ മതി അറേബ്യൻ പെനിൻസുലയിൽ. ഫോർ എക്സാമ്പിൾ, ഭാരതദേശത്തിൽ എങ്ങാനും ഒരു രാജാവ് വന്നിട്ട് പറയാണ്, ഒരു ഡെമോക്രാറ്റിക്കലി എലക്റ്റഡ് ആള് വന്നിട്ട് പറയാണ്, ഭാരതദേശത്തിൽ സനാതനി ആൾക്കാർ മാത്രം ജീവിക്കാൻ പാടുള്ളൂ, അതാണ് ആഗ്രഹം, അതാണ് ഞാൻ സാധിച്ചെടുക്കാൻ പോണത്, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്നെങ്കിൽ. ക്ലിയർ ആയില്ലേ? അടുത്തത്, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ ഗുട്ടൻസ് മനസ്സിലായില്ലേ? അടുത്തത് എടുക്കുന്നത് കോപ്പി ചെയ്യുന്നു. ഞാൻ റെഫറൻസ് വെച്ചിട്ടാണ് സംസാരിക്കുള്ളൂ കേട്ടോ. അപ്പൊ താഴെ ഇരിക്കുന്ന മുഹമ്മദിയർക്ക് ഞാൻ പറയുന്നത് പുളുവാണോ നുണയാണോ മാക്കറാണോ? ഞാൻ ഖൈറുൽ മാക്രീൻ അല്ല, പക്ഷെ എനിക്ക് മാക്കർ ചെയ്യാല്ല. ഞാൻ മാക്കർ ചെയ്യുന്നതിൽ വിദഗ്ധനല്ല. ഖൈറുൽ മാക്രീന്റെ പോലെ ആ ലെവൽ എത്തില്ല. ഞാൻ സാധാ ഒരു മാക്കർ ചെയ്യുന്ന മനുഷ്യനാണ് നിങ്ങൾക്ക് വിചാരിക്കല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ റെഫറൻസ് പോസ്റ്റ് ചെയ്തിട്ട് ആ റെഫറൻസ് ഞാൻ വായിക്കുന്നത്, പോസ്റ്റ് ചെയ്ത റെഫറൻസ്.
You will fight against the Jews and you will kill them until even a stone would say, "Come here, Muslim, there is a Jew hiding himself behind me. Kill him." അപ്പൊ നിങ്ങളുടെ ജിഹാദിൽ ഒരു കല്ല് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആ കല്ല് നിങ്ങളോട് പറയും, ഒരു ജൂതൻ എന്റെ പിന്നാലെ ഒളിച്ചിരിക്കുന്നുണ്ട്, അയാളെ കൊല്ലുക. അവിടെ കൃത്യം എഴുതിയിട്ടുണ്ട്, അയാളെ പിടിച്ച് സ്ലേവ് ആക്കാന്നല്ല. ആ കല്ല് പറയാൻ പോണത് കിൽ ഹിം, കൊല്ലുക. അപ്പൊ എത്രയും ദേഷ്യമാണ് ആ കല്ലിന് ഒരു ജൂതനെ കാണുമ്പോ. അപ്പൊ ഇതെവിടെ എഴുതിയേക്കണത്? സഹി മുസ്ലിം 2921A ചാറ്റ് ബോക്സിൽ. ഇനി എന്തുകൊണ്ടാണ് ജൂതനെ കൊല്ലേണ്ടത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ജൂതനെ, നിങ്ങൾ വിചാരിക്കും നമ്മുടെ എന്താണ് കൈറുൽ മാക്രീനെ ഒപ്പോസ് ചെയ്ത കാരണം, അല്ലെങ്കിൽ നമ്മുടെ ഇസ്ലാം മതം സ്വീകരിക്കാത്ത കാരണം, അല്ലെങ്കിൽ അബുൽ ഖാസിമിനെ തെറി പറഞ്ഞ കാരണം, അതൊന്നും അല്ലട്ടാ. അവര് ഒപ്പോസ് ചെയ്യണത്, ജൂതന്മാരെയും ക്രിസ്ത്യാനിയെയും ഒപ്പോസ് ചെയ്യുന്നത് എന്തിനാണ് ഞാൻ ഇവിടെ വെളിപ്പെടുത്താം. അപ്പൊ അത് കോപ്പി ചെയ്യുന്നു, കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുന്നു. അപ്പൊ ചാറ്റ് ബോക്സിൽ നിങ്ങൾ നോക്കിയാൽ മതി. എല്ലാവരും ചാറ്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കോൾ വന്നിട്ടുണ്ട്. കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതൊരു ക്രാങ്ക് കോളാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വായിക്കാം. സഹി മുസ്ലിം 2103. അതിൽ എഴുതിയേക്കണത്, the Jews and Christians do not dye their hair, so oppose them. എങ്ങനെയുണ്ട്? ഇത് സഹി മുസ്ലിം ആണ്ട്ടാ. ഇത് ഒരു മുഹമ്മദിയർക്കും തള്ളാൻ പറ്റില്ല. ഒരു സുന്നി മുഹമ്മദിന് തള്ളാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. ഞാനൊരു ജൂതൻ, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ അറേബ്യയിലാണ്, ഞാൻ എന്റെ മുടി, എന്റെ വെളുത്ത മുടി ഞാൻ അത് ബ്ലാക്ക് ആക്കിയില്ലെങ്കിൽ, ബ്ലാക്ക് അല്ല ആക്ച്വലി യെല്ലോ ആണ്, പക്ഷെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഡൈ ദ ഹെയർ എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഞാൻ പിന്നെ വെളിപ്പെടുത്താൻ കളർ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. The Jews and Christians do not dye their hair, DYE, do not color their hair, so oppose them. എങ്ങനെയുണ്ട്? ഇതൊക്കെയാണ് ഒരു റീസൺ ഒരു ജൂതനെയും ക്രിസ്ത്യാനിയനെയും കൊല്ലാൻ. ഈ കല്ല് പറയാൻ പോണത് കൊല്ലാൻ. ഇവിടെ ഒപ്പോസ് ദം. ഒറ്റ റീസൺ, ബിക്കോസ് അവരവരുടെ മുടി കളർ ചെയ്യില്ല. ഇനി അടുത്ത ഹദീസ്. ഇതൊക്കെ സഹിയാണ് ട്ടാ. കോപ്പി പേസ്റ്റ്. Abul Qasim gave the land of Khyber to the Jews on condition that they would work on it and cultivate it, and they would have half of its yield. അപ്പൊ സ്ഥലം കൊടുത്തു. ഇത് വൈരുദ്ധ്യമായിട്ട് വരികയാണ്. ബിക്കോസ് പുള്ളിക്കാരൻ ഫസ്റ്റ് എന്താ പറഞ്ഞേക്കുന്നത്? അബുൽ ഖാസിം പറഞ്ഞേക്കുന്നത്, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ ജൂതന്മാരെ നാടുകടത്തും, അറേബ്യന്ന് നാടുകടത്തും. I will expel all the Jews and Christians if I am alive. പക്ഷെ ഇവിടെ ബിസിനസ് തന്ത്രം, മാക്ര ഉപയോഗിച്ചിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു? പുള്ളിക്കാരന്റെ ആദ്യത്തെ ഓർഡർ അത് പിൻവലിച്ചു. എന്നിട്ട് ഇവിടെ വൈരുദ്ധ്യം വന്നേക്കാണ്.
ബിക്കോസ് അബുൽ കാസിം സ്വയം അവരുടെ ലാൻഡ് എടുത്തിട്ട് ജൂതന് കൊടുക്കുകയാണ്. ആ ലാൻഡ് ഒന്ന് കിളിർന്നു വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിന്റെ ഈൽഡ്, അതിന്റെ ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എന്തൊക്കെയാ അതിന്റെ കിട്ടുക, അതിന്റെ ഈൽഡ്, അതിന്ന് പകുതി ജൂതന്, പകുതി അബുൽ കാസിമിന്. സഹീഹ് ബുഖാരി 4248. ഇനി കോപ്പി പേസ്റ്റ്. അപ്പൊ ഇവിടെ ലാൻഡ് കൊടുക്കും, ഫാർമിംഗ് ചെയ്യാനായിട്ട്, കൃഷിയിടത്തിലേക്ക് എങ്ങനെ വേണമെങ്കിലും കയറാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ആ കൃഷിയുടെ നിന്ന് കിട്ടുന്ന ആ ബെനിഫിറ്റ്, പകുതി ബെനിഫിറ്റ് അബുൽ കാസിമിന്, പകുതി ബെനിഫിറ്റ് ആ ജൂതന്. അത് കഴിഞ്ഞിട്ട് ജാമി തിർമിദി 1606 എന്താ ചെയ്യാൻ പോണേ? അബുൽ കാസിം സെഡ് ഇഫ് ഐ ലിവ്, ഇത് ചാറ്റ് ബോക്സിലുണ്ട്, അത് എഴുതിയിട്ടുണ്ട്. ഇഫ് ഐ ലിവ് ആൻഡ് ഇഫ് ഖൈറുൽ മാക്രീൻ ലിവ്സ്, ഐ വിൽ എക്സ്പെൽ ദ ജൂസ് ആൻഡ് ക്രിസ്ത്യൻസ് ഫ്രം ദ അറേബ്യൻ പെനിൻസുല. അപ്പൊ ബിസിനസ് നടത്താനും ഫാർമിംഗ് ചെയ്യാനും ഒക്കെ ജൂതന്മാരെ വേണം. പക്ഷെ എന്ത് വന്നാലും ഞാൻ ആ ജൂതനെയും ആ ക്രിസ്ത്യാനികളെയും അവരെത്ര നല്ലവരാവട്ടെ, ഞാൻ അറേബ്യൻ പെനിൻസുലയിൽ അവരെ തുടച്ചു മാറ്റും. ഇനി ഞാനിപ്പോ നിങ്ങളോട് ഞാൻ ഈ മുഹമ്മദിന്റെ പേര് ഞാൻ എടുക്കാത്തത് എന്താന്ന് വെച്ചാ, എന്റെ മുഹമ്മദിന്റെ പേര് ജീസസ് ക്രൈസ്റ്റാ. എന്റെ മുഹമ്മദിന്റെ പേര് യാഹ്വയാണ്. എന്റെ മുഹമ്മദിന്റെ പേര് ഹോളി സ്പിരിറ്റ് ആണ്. ബിക്കോസ് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഒരു പേരല്ല, അതൊരു അർത്ഥമാണ്. പ്രേസ്ഡ് വൺ, വാഴ്ത്തപ്പെട്ടവൻ. വാഴ്ത്തപ്പെട്ടവൻ, അതാണ് മുഹമ്മദിന്റെ ട്രാൻസ്ലേഷൻ ഫ്രം അറബിക് ടു മലയാളം. പ്രേസ്ഡ് വൺ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഓ ഈ അബു കാസിം ഞാൻ പേരിട്ടതാണെന്ന്. അല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരെണ്ണം എടുക്കുകയാണ്. ഒരു മിനിറ്റ്. കോപ്പി, അത് കുറച്ച് വലിയ ഹദീസാണ്, അത് കാരണം ഞാൻ 2 പാർട്ടായിട്ടാണ് ഇടാൻ പോണേ കേട്ടാ. ഒന്ന് ക്ഷമിക്കൂ. ഒരു പാർട്ട് വന്നു, ഇനി അടുത്ത പാർട്ട് കോപ്പി പേസ്റ്റ്, അതും വന്നു, മൂന്നാമത്തെ പാർട്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ അബു കാസിം എന്നുള്ള പേര് കുറെ തവണ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ ഇവിടെ ഈ ഹദീസിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ഈ ഹദീസിൽ തന്നെ റെഫറൻസിങ് ജൂസ് ആൻഡ് ക്രിസ്ത്യൻസ്. മൂന്നാമത്തെ പാർട്ട് വന്നു. ഞാൻ സ്പീഡിൽ പോവാം, എന്നിട്ട് ആ ഇമ്പോർട്ടന്റ് ഭാഗം വരുമ്പോൾ ഞാൻ സ്ലോ ഡൗൺ ചെയ്യാം. There was a Jew in Medina who used to lend money up to the season of plucking dates. Jabir had a piece of land which was on the way to Ruma. That year the land was not promising, so the payment of the debt was delayed 1 year. The Jew came to me at the time of plucking, but gathered nothing from my land. I asked him to give me 1 year respite, but he refused. This news reached the prophet, whereupon he said to his companions. അപ്പൊ ഈ ന്യൂസ്, ഈ മണി ലെൻഡർ എന്ന് പറഞ്ഞ ജൂ ആണ്. ജൂ കുറച്ച് പൈസ കൊടുത്തു, ആ പൈസ തിരിച്ചു ചോദിക്കാൻ പോയപ്പോ 1 കൊല്ലം കാലാവധി ചോദിച്ചു. അത് കഴിഞ്ഞിട്ടും കൂടി ആ പൈസ എടുത്ത ആള് തിരിച്ചു കൊടുക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ലോൺ എടുത്ത ആള് അബുൽ കാസിമിന്റെ അടുത്ത് പോയി, പ്രോഫിറ്റിന്റെ അടുത്ത് പോയി. എന്നിട്ട് പ്രോഫിറ്റ്
സഹാബികളുടെ കൂടെ, ഇനിയാണ് ഇമ്പോർട്ടന്റ് ഭാഗം വരുന്നത്, ലെറ്റ് us ഗോ ആൻഡ് ആസ്ക് ദ ജൂ ഫോർ റെസ്പൈറ്റ് ഫോർ ജാബിർ. അപ്പൊ ജാബിറാണ് ലോൺ എടുത്തേക്കുന്നത്. ആ ജാബിറിന് കുറച്ചും കൂടി കാലാവധിക്ക് വേണ്ടിയിട്ട് അബുൽ കാസ്, ഈ പ്രോഫിറ്റും ഈ സഹാബികളും ദേ വെൻ ടു ജാബിർ, ദേ വെൻ ടു ഈ ജൂതന്റെ അടുത്ത് ജാബിറിന്റെ ശുപാർശ ചെയ്യാനായിട്ട്. All of them came to me in my garden, and the prophet started speaking to the Jew. But the Jew said, എന്ത് ജൂ പറഞ്ഞു? ഓ അബു കാസിം, I will not grant him respite. അപ്പൊ ഒരു ജൂതൻ ഒരിക്കലും ഈ മുഹമ്മദിനെ ഒരിക്കലും മുഹമ്മദ് എന്ന് വിളിക്കില്ല. എന്തുകൊണ്ട്? ബിക്കോസ് ഒരു ജൂതന് ആ ജൂതന്റെ മുഹമ്മദ് മോസസ് ആണ്. ഒരു ജൂത മുഹമ്മദൻ ഏബ്രാഹിമാണ്. ഒരു ജൂത മുഹമ്മദൻ ഒരു നോവാണ്. ബിക്കോസ് മുഹമ്മദ് എന്ന് പറഞ്ഞ പേരല്ല, ഇറ്റ് മീൻസ് വാഴ്ത്തപ്പെട്ടവൻ, പ്രേസ്ഡ് വൺ. അത് കാരണം നിങ്ങളും ഞാനും ഒരിക്കലും ആ സംബോധനം, ആ പേരായിട്ട് ആ മനുഷ്യനെ വിളിക്കാൻ പാടില്ല. ബിക്കോസ് നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ വാഴ്ത്തപ്പെട്ടവൻ ഒക്കെ ആരൊക്കെയാണ്? യാഹ്വയാണ്, യേശു ക്രിസ്തുവാണ്, ഹോളി സ്പിരിറ്റ് ആണ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ആ ട്രിനിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മുഹമ്മദ് എന്ന് പേരിടുക? അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യനെ നിങ്ങൾ ഒരിക്കലും വാഴ്ത്തപ്പെട്ടവനെന്ന് വിളിക്കാൻ പാടില്ല, എക്സെപ്റ്റ് ഫോർ ഹൂം? ദോസ് ത്രീ who are three persons of the Trinity. ജൂനറിയാം. അപ്പൊ ജൂതൻ എന്താ പറഞ്ഞത്? ഓ അബു കാസിം, പേര് അതിനെ എടുത്ത് വിളിച്ചു. I will not grant him respite. Reference Sahih Bukhari 5443. ഓക്കെ. അപ്പൊ ഈ ജൂതൻ അബുൽ കാസിമിന്റെ റിക്വസ്റ്റ് ധിക്കരിച്ചു, പേര് വിളിച്ചിട്ട്. അബുൽ കാസിം മുമ്പ് പറഞ്ഞത് എന്റെ പേര് വിളിക്കണ്ടെന്ന്. പക്ഷെ ഈ ജൂതൻ അറിയാം മുഹമ്മദ് എന്ന് വിളിക്കാൻ പാടില്ല എന്ന്. അത് കാരണം പുള്ളിക്കാരൻ അബു കാസ് എന്ന് വിളിച്ചു. എങ്ങാനും നിങ്ങൾ ആ മനുഷ്യനെ മുഹമ്മദ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദൈവത്തിനെ ഒരു രണ്ടാംകട ലെവലിലേക്ക് എത്തിക്കാണ്. ബിക്കോസ് വാഴ്ത്തപ്പെട്ടവൻ നമുക്ക് ഒരാളുള്ളൂ. ഓക്കെ. ഇനി അടുത്തത് സഹി മുസ്ലിം, ഒരു മിനിറ്റ്, കോപ്പി, ഇതൊക്കെ ചാറ്റ് ബോക്സിലാണ് കേട്ടോ. നിങ്ങൾക്ക് നോട്ട് എടുക്കുക, നിങ്ങളത് എഴുതിയെടുക്കുക. The relationship between a Jew and a Christian for a Muslim. Sahih Muslim 530a. Chat box എന്ന് വായിച്ചോളൂ. The messenger of Khairul Makrin said, let Khairul Makrin destroy the Jews, for they have taken the graves of their apostles as places of worship. അപ്പൊ കൊല്ലാൻ കിട്ടിയ രണ്ടാമത്തെ കാരണം. ആദ്യത്തെ കാരണം എന്തായിരുന്നു? തലമുടി കളർ ചെയ്യില്ല. ഹദീസ് നമ്മൾ വായിച്ചു കഴിഞ്ഞില്ലേ? ഇനി രണ്ടാമത്തെ കാര്യം, ബിക്കോസ് അവര് നോയയുടെയും ഏബ്രാഹിമിന്റെയും സോളമന്റെയും അവരുടെ ആ അപ്പോസൽസിന്റെ whichever apostles belongs to the Jews who came for the Jews, അവരുടെ ഖബറിന്റെ സൈഡിൽ they made a place of worship. ഈ രണ്ടാമത്തെ കാരണത്താൽ, ആദ്യത്തെ കാരണം ഡൈയിങ് ദ ഹെയർ, മുടി കളർ ചെയ്യാത്ത കാരണം. ഈ രണ്ടാമത്തെ കാരണത്താൽ അബുൽ കാസിം പ്രാർത്ഥിക്കാണ്, യാചിക്കാണ്, ലെറ്റ്
Cairo Makrin, destroy the Jews, for they have taken the graves of their apostles as places of worship. ഇനി സഹി മുസ്ലിം 2944 കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവർക്കും വായിക്കാം. The Dajjal would be followed by 70,000 Jews of Isfahan. ഇസ്ഫഹാൻ എന്ന് പറഞ്ഞാൽ ഇറാനിലുള്ള ഒരു സ്ഥലമാണ്. The Dajjal would be followed by 70,000 Jews of Isfahan wearing Persian shawls. അപ്പൊ ദജാലിന്റെ കൂട്ട് ആരാണ്? അബുൽ ഖാസിമിനനുസരിച്ച് സഹീഹ് മുസ്ലിം 2944 ദജാലിന്റെ കൂട്ട് ജൂതന്മാരാണെന്ന്. ഈ ജൂതന്മാർ എവിടുന്നാണ്? ഇസ്ഫഹാന്ന്. അവര് പെർഷ്യൻ ഷോള് ഇട്ടിട്ടാണ് ഈ ദജാലിനെ പിൻപറ്റുക. ഫോളോഡ് ബൈ 70,000 Jews. ഇനി അപ്പൊ അവര് പറയും, അല്ലല്ലല്ല, അബുൽ ഖാസിം ജൂതനെ ഭയങ്കര റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്, റെസ്പെക്ട് കൊടുക്കാറുണ്ട്, ഇയാൾ എനിക്കാറുണ്ട്. ഒരു ജൂതൻ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടതാണല്ലോ, നമ്മള് 3 ദിവസം മുമ്പ് കണ്ടതല്ലേ ഹമാസ് ചെയ്തത്. ഹമാസ് എന്താണ് പിൻപറ്റുന്നത്? അവര് അബുൽ ഖാസിമിന്റെ അനുയായികളല്ലേ. അപ്പൊ അവര് 2 പിഞ്ച് കുട്ടികളെ ഗസയില് പരേഡ് ചെയ്തു. എന്നിട്ട് അവിടുത്തെ ശാതാനികമായ മനസ്സുള്ള എല്ലാവരും അതിനെ ചേറിയാണ്. ഏത്? ആ 2 പിഞ്ച് കുട്ടികളെ കൊന്നേന് ഹമാസ് പരേഡ് ചെയ്യുന്ന സമയത്ത് ബാക്കി അവിടുത്തെ ആൾക്കാര് അത് ശരിവെക്കുകയാണ്. നമ്മുടെ ആലപ്പുഴയിൽ നടന്നില്ലേ? ആലപ്പുഴയിൽ നടന്ന പോലെ തന്നെ ആ ഒരു ചെറിയ 7 വയസ്സായ കുട്ടി ആലപ്പുഴയില് ആ വൃത്തിയേട് വിളിച്ചു പോയപ്പോ അതിനെ ശരിവെക്കാനായിട്ട് 1,00,000 ആൾക്കാരുണ്ടായിരുന്നു. അതിനെതിർത്ത ആ കൂട്ടത്തിന്ന് ആരെങ്കിലും ആ 7 വയസ്സായ കുട്ടീനെ എതിർത്ത, ആ കുട്ടിയുടെ അപ്പനെ എതിർത്ത? ഇല്ല. ഇത് തന്നെയാണ് നടന്നത് പലസ്തീനിൽ, ഈ മറ്റേ ഗസയില്. ഹമാസ് പരേഡ് ചെയ്യുന്ന സമയത്ത് ഒരു ആശയമാണ് ഹമാസ് വെച്ചത്. ആ ആശയത്തിനെ പിൻപറ്റാനായിട്ട് അവിടുത്തെ ആൾക്കാരുണ്ടായിരുന്നു, ഗസയിൽ ഉള്ള ആൾക്കാര്. ഓക്കെ, നമുക്ക് ടോപ്പിക്ക് തിരിച്ചു വരാം. അപ്പൊ നമുക്ക് ഇത് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ്. അപ്പൊ മസബി 1685, മസബി 1686 രണ്ടിൽ ഒന്നാണ്. അപ്പൊ ഞാൻ ഒരെണ്ണം വായിക്കാം. Abu Musa reported Abul Qasim as saying, when the buyer of a Jew, a Christian, or a Muslim passes you, stand up for it. ഗസയിൽ നടന്നത് കളിയാക്കലായിരുന്നു. ആ പിഞ്ചു കുട്ടിയെ 2 വയസ്സോ 5 വയസ്സായ കുട്ടീന്റെ ബയർ അവരുടെ കോഫിൻ കൊണ്ടുപോകുമ്പോ ഇവര് കളിയാക്കുമായിരുന്നു ആ ജനങ്ങൾ അവിടുത്തെ. അപ്പൊ അവരുടെ മനസ്സ് എന്തായിരിക്കും? ഏത് 2 വയസ്സായ കുട്ടീനെയാണ് അവര് പരേഡ് ചെയ്യുന്നത്, മരിച്ച കുട്ടീനെ. എത്രയും സാത്താന്റെ സാത്താന്റെ തന്ത്രം അവരുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ട്. അതിന് ഇവിടെ അബുൽ ഖാസിം എന്താ പറയുന്നത്?
When the buyer of a Jew, a Christian, or a Muslim passes you, stand up for it. You are not standing up for its sake, but for the angels who are accompanying it. ഇതെങ്കിലും ആ ഗസയുടെ ആൾക്കാർക്ക് മനസ്സിലുണ്ടായിരുന്ന ഈ കളിയാക്കി അവർ വിളിക്കുന്ന സമയത്ത്? ആ 2 വയസ്സായ ആ ജൂത കുട്ടിയുടെ കൂടെ, ആ 5 വയസ്സായ ആ ജൂത കുട്ടിയുടെ കൂടെ ഏഞ്ചൽസ് ഉണ്ടാവുന്നു. അബുൽ ഖാസിം പറയുന്നു, നിങ്ങൾ കളിയാക്കാൻ പാടില്ല. യു ഹാവ് ടു പേ റെസ്പെക്ട്സ് അറ്റ്ലീസ്റ്റ് ടു ദി ഏഞ്ചൽസ് ഹു ആർ അക്കംപനിങ് ദി Jewish boys, Jewish children who were mercilessly killed by Hamas. 1686 എന്താ എഴുതിയേക്കുന്നത്? Anas said that when a buyer came past Abul Qasim, he stood up. He was told that it was carrying a Jew. He replied, I stood up simply out of respect for the angels. Okay, ഞാനത് വായിക്കണേക്കാട്ടും നല്ലത് ഞാനത് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം. കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് സെയിം തിങ്. ഒരു മിനിറ്റ്, കോപ്പി ചെയ്തിട്ട് ഇല്ല അവിടെ ഇല്ല. ഇപ്പൊ കോപ്പി ആയി. കോപ്പി ആൻഡ് പേസ്റ്റ്. ഞാനൊരു ഹസൻ വായിക്കാം കേട്ടോ. Sun Nasai 1929, 1929. A funeral passed by the messenger of Kairul Makrin, and he stood up. It was said, it is the funeral of a Jew. He said, we stood up for the angels. അപ്പൊ ആ പാലസ്തീനിയൻ ആ ജനങ്ങൾക്ക് അവർക്ക് അറിയായിരുന്നില്ലേ ആ ജൂത കുട്ടികളുടെ കൂടെ 4 ഏഞ്ചൽസ് ഉണ്ടെന്ന്? 2 കുട്ടികളെ പരേഡ് ചെയ്തില്ലേ? ആ പരേഡ് ചെയ്ത 2 കുട്ടികളുടെ കൂടെ 4 ഈ 2 ഏഞ്ചൽസ് വെച്ചിട്ടുണ്ടെന്ന്. അതറിഞ്ഞുകൊണ്ട് അവര് കളിയാക്കുമായിരുന്നു. അബുൽ ഖാസിം എൻറ്റ് നിന്നു ഒരു ജൂതന്റെ ഇത് പാസ് ചെയ്തപ്പോ, കോഫിൻ പാസ് ചെയ്തപ്പോ. പക്ഷെ ആ ജനങ്ങൾ, അവരുടെ മനസ്സിൽ ഇത്രയും വിഷമുള്ള കാരണം അവര് ആ 2 വയസ്സായ കുട്ടീനെ കണ്ടിട്ട് ചിരിച്ച് കളിയാക്കി ആണ് അത് ആ കുട്ടീനെ കൊടുത്തത്. ഇനി അടുത്തത് നമുക്ക് ഒരു ജൂതന്റെയും ക്രിസ്ത്യാനിയുടെയും ഇമ്പോർട്ടൻസ് ഇൻ ദ ലൈഫ് ഓഫ് എ മുസ്ലിം. ജൂതന്റെയും ക്രിസ്ത്യാനിയുടെയും ഇമ്പോർട്ടൻസ് ഇൻ ദ ലൈഫ് ഓഫ് എ മുസ്ലിം. എപ്പോഴാണ് ഈ ജൂതനും ക്രിസ്ത്യാനിയും ഇമ്പോർട്ടന്റ് ആവുക? കോപ്പി paste. Sahih Muslim 2767a. When it will be the day of resurrection, Kairul Makrin would deliver to every Muslim, a Jew or a Christian, and say, that is your rescue from hellfire. ഒരു ജൂതനും ഒരു ക്രിസ്ത്യാനിയും അവര് നല്ല മനസ്സുള്ളവരാണെങ്കിൽ, തിന്മ അധികം ചെയ്യാത്തതാണെങ്കിൽ, ക്ഷമ ചോദിച്ചിട്ട് ജീവിച്ച ആൾക്കാരാണെങ്കിൽ, ആ നല്ല ജൂതനും
ആ നല്ല മനസ്സുള്ള ക്രിസ്ത്യാനിയെ ഓൺ ദ ഡേ ഓഫ് റിസറക്ഷൻ എക്സ്ചേഞ്ച് പ്രോഗ്രാം നടക്കും. ഞാൻ പറഞ്ഞിട്ടില്ല ജഹൂനിമിയ എന്ന് പറഞ്ഞിട്ട് ഹെൽ ഫയറിൽ നിന്ന് അബുൽ ഖാസിം എടുക്കും. എന്നിട്ട് ആ ഹെൽ ഫയറിന് ആ മുസ്ലിമിന് പകരം ഹെൽ ഫയറിന് എക്സ്ചേഞ്ച് പ്രോഗ്രാം നടക്കുകയുള്ളൂ. അപ്പൊ ആ ഹെൽ ഫയർ എന്ന് ഒരു മുസ്ലിം എടുക്കുകയാണെങ്കിൽ അതിന് പകരം ഒരു ജൂതൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെ കൊടുക്കണം. യു കനോട്ട് ലീവ് ദാറ്റ് സ്പേസ് എംപ്റ്റി. യു ഹാവ് ടു ഫിൽ ദാറ്റ് സ്പേസ്. അപ്പൊ ഒരു മുസ്ലിമിനെ എടുക്കുകയാണെങ്കിൽ ആ സ്ഥാനത്തിൽ നിങ്ങൾ ഒരു ജൂതനെ ക്രിസ്ത്യാനി ഇടണം. ഫ്രം ഹെൽ ഫയർ, നരകത്തിന്ന്. അപ്പൊ 2767A വായിച്ചു. ഇനി നമുക്ക് 2767Bയിൽ എന്താന്ന് വായിക്കാം. വ്യത്യാസമുണ്ട്, കുറച്ച് വ്യത്യാസമുണ്ട്, നോക്കിക്കോ. നിങ്ങൾ എല്ലാവരും ഇത് വായിക്കുക. നിങ്ങൾ എല്ലാവരും ഇത് വായിക്കുക. ഇതൊക്കെ സഹി കണ്ട താഴെ ഇരിക്കുന്ന മുഹമ്മദ് അലിക്ക് വേണ്ടി ഇതൊക്കെ സഹിയാണ് ഞാൻ വായിക്കുന്നതെന്ന്. ഞാൻ നുണ പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കല്ലേ. ഇതൊക്കെ സഹി, നിങ്ങളത് വായിച്ചോളൂ. നോ മുസ്ലിം വുഡ് ഡൈ but Khairul Makrin would admit in his stead a Jew or a Christian in hellfire. അപ്പൊ ആദ്യം പറഞ്ഞ പോലെ തന്നെ. അപ്പൊ രണ്ട് ഹദീസായി. എക്സ്ചേഞ്ച് പ്രോഗ്രാം നടത്തിയിരിക്കും. ഖൈറുൽ മാക്രീനും അബുൽ ഖാസിം രണ്ടുപേരും ചേർന്നിട്ടാണ് എക്സ്ചേഞ്ച് പ്രോഗ്രാം നടത്തുക. നരകത്തിന്ന് ഒരു മുസ്ലിമിനെ എടുത്തിട്ട് ആ സ്പേസിലേക്ക് ഒരു നല്ല ജൂ അല്ലെങ്കിൽ നല്ല ക്രിസ്ത്യാനെ ഇട്ടുകൊടുക്കും അവിടെ പൊരിക്കാനായിട്ട്. കഴിഞ്ഞിട്ടില്ല. ഉമർ ബിൻ അബദ് അസസ് took an oath by one besides whom there is no God, but he thrice that his father had narrated that to him from Allah's messenger. അപ്പൊ ഇത് തീർത്ത് ശരിവെക്കുകയാണ്. സഹീഹ് മുസ്ലിം 2767B. ഇനി 2767Dയിൽ എന്താ എഴുതിയിരിക്കുന്നത്? അപ്പൊ നമ്മൾ A വായിച്ചു, B വായിച്ചു. ഞാനിവിടെ C എഴുതിയിട്ടില്ല. എന്തുകൊണ്ട് എഴുതിയിട്ടില്ല എനിക്കറിയില്ല. മേ ബി റെഫറൻസ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് 2767D വായിക്കാം. അപ്പൊ അത് എഴുതിയേക്കണത് there would come people amongst the Muslims on the day of resurrection with as heavy sins as a mountain. ഒരു മലയുടെ അത്ര തിന്മ ഉള്ള മുസ്ലിംസ് ഓൺ ദ ഡേ ഓഫ് റിസറക്ഷൻ വരും. എന്നിട്ട് എന്തുണ്ടാവും? ആൻഡ് Khairul Makrin would forgive them and he would place in their stead the Jew and the Christian. അപ്പൊ എത്രയായി? 3 സഹി ഹദീസായില്ലേ? കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഹദീസ്, സഹി ഹദീസ്. ഇനി ഇതിന്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ്, ആണ് ഞാൻ വായിക്കാൻ പോണത്. എവിടുന്ന്? ഖുറാനിൽ. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കോപ്പി ചെയ്യുന്നു. 2 പാർട്ടായിട്ടാണ് കോപ്പി ചെയ്യേണ്ടി വരിക. എന്താന്ന് വെച്ചാൽ കുറച്ച് ലോങ് ഖുറാൻ വേഴ്സാണ്. ഖുറാൻ 35:18 കേട്ടോ. അപ്പൊ ഞാൻ തെറ്റ് പറയുകയാണെങ്കിൽ എന്നെ തിരുത്തുക. ഒരു മിനിറ്റ്, ശരിയായിട്ടില്ല. ഒരു മിനിറ്റ്. കോപ്പി നടന്നില്ല. കോപ്പി പേസ്റ്റ് ആൻഡ് അതപ്പോ അതിന്റെ ഫസ്റ്റ് പാർട്ടായി. ഇനി ആ ഖുറാനിക് വേഴ്സിന്റെ സെക്കൻഡ് പാർട്ട് കോപ്പി പേസ്റ്റ്.
അപ്പൊ നമുക്ക് ഖുറാനിന്റെ ആയത്ത് വായിക്കാം. 35:18. ഇതുവരെ നമ്മൾ എന്ത് കണ്ടേക്കുന്നത്? അബുൽ ഖാസിം ഈ കൈറുൽ മാക്കറിയും ചേർന്നിട്ട് അവര് ഒരു ജൂതനെയും ക്രിസ്ത്യാനിയെയും നരകത്തിലേക്ക് ഇടും. എന്തിനു വേണ്ടിയിട്ട്? തിന്മ ചെയ്ത ആ മുസ്ലിമിനെ നരകത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ആര് ചെയ്യും? അല്ലാഹ് ചെയ്യും. പക്ഷേ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഖുർആനിന്റെ പറഞ്ഞേക്കുന്നത് 35:18. No bearer of burdens will bear the burden of another. നിങ്ങൾക്ക് പാപമുണ്ടെങ്കിൽ, പാപം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും, ഇപ്പൊ അച്ഛൻ കുഞ്ഞും ബ്രദർ ഒരു മുസ്ലിം, ഞാനൊരു മുസ്ലിം, അല്ലെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനി, ഞാൻ അച്ഛൻ കുഞ്ഞിന്റെ പാപം ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി എനിക്ക് കൈറുൽ മാക്കറിൻ തന്നിട്ടില്ല. നോ ബെയറർ ഓഫ് ബേർഡൻസ് വിൽ ബെയർ ദ ബേർഡൻ ഓഫ് അനദർ. ഇതിന്റെ എക്സ്പ്ലനേഷൻ, വശീകരണം. ആൻഡ് ഇഫ് heavily laden soul calls another to carry some of its load, nothing of it will be carried, even if she should be a close relative. അപ്പൊ എന്റെ അപ്പൻ ഭയങ്കര തിന്മ ചെയ്യുന്ന ഒരു മനുഷ്യനാണെന്ന് വെച്ചോ. പുള്ളിക്കാരൻ മുസ്ലിമാണ്, ഞാനും മുസ്ലിമാണ്. ഞാൻ നല്ല മനുഷ്യൻ, അപ്പൻ ഭയങ്കര തിന്മ ചെയ്യുന്ന ഒരു മനുഷ്യൻ. അപ്പനെ നരകത്തിൽ പോകാനായിട്ട് താല്പര്യമില്ല. പുള്ളിക്കാരൻ അറിയാൻ ഭയങ്കര തിന്മ ചെയ്തിട്ടുണ്ട്, എന്തായാലും നരകത്തിൽ പോകുന്നു. ഞാൻ നന്മ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്. ക്ലോസ് റിലേറ്റീവ്സ് ആയാലും എനിക്ക് അച്ഛന്റെ ഭാരം താങ്ങാൻ ആ കപ്പാസിറ്റി കൈറുൽ മാക്കറിൻ തന്നിട്ടില്ല. അപ്പന്റെ തിന്മ അപ്പൻ സ്വയം ക്യാരി ചെയ്യുന്നു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പനെ നോക്കിയിട്ട്? യു ക്യാൻ ഓൺലി വാൺ ദോസ് ഹു ഫിയർ ദെയർ ലോർഡ് അൺസീൻ ആൻഡ് ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് പ്രേയർ. ഞാൻ അപ്പനോട് എനിക്ക് പറയാൻ പറ്റുന്നത്, എനിക്ക് വാർണിംഗ് കൊടുക്കാൻ പറ്റും, പ്രാർത്ഥിക്കാനായിട്ട്, ക്ഷമ ചോദിക്കാനായിട്ട്. പക്ഷെ അപ്പനത് കൂട്ടാക്കണില്ല. അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ കുറച്ചെങ്കിലും അപ്പന്റെ തിന്മകൾ ഞാൻ സ്വീകരിച്ച് ഏറ്റെടുക്കാല്ല. അത് പറ്റില്ല. സ്വന്തം അപ്പനായാലും. ആൻഡ് whoever purifies himself only purifies himself for the benefit of his soul, and to Allah is the final destination. 35:18. അപ്പൊ മറ്റൊരാളുടെ തിന്മയുടെ ഭാരം ആസ് ബിഗ് ആസ് എ മൗണ്ടൻ, ആസ് ഹെവി ആസ് എ മൗണ്ടൻ. തിന്മയുടെ ഭാരം ആസ് ഹെവി ആസ് എ മൗണ്ടൻ എന്ന് പറഞ്ഞില്ലേ മുമ്പ്. ആ തിന്മയുടെ ഭാരം എനിക്ക് അതിന്റെ ഒരു പിഞ്ച് കല്ല് എടുക്കാൻ പറ്റില്ല. ചെറിയ കല്ല്, ആ തിന്മയുടെ കുന്ന് മലയുടെ ഭാരം, ആ മലയുടെ ഒരു കഷ്ണം എനിക്ക് എടുക്കാൻ പറ്റില്ല. ആ ഭാരം അയാള് സ്വയം ഏറ്റെടുക്കണം. And whoever purifies himself only purifies himself for the benefit of his soul. എനിക്ക് മറ്റാരുടെ സോൾ പ്യൂരിഫൈ ചെയ്യാനായിട്ട് ആ സോളിന്റെ തിന്മ ഏറ്റെടുക്കാൻ പറ്റില്ല. ഇനി ലാസ്റ്റ് അപ്പൊ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ ഭാരം ഏറ്റെടുക്കാൻ പറ്റില്ല. പിന്നെ ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായ? ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ ഭാരം ഏറ്റെടുക്കാൻ പറ്റില്ല. പക്ഷെ കൈറുൽ മാക്കറിന് ഹദീസിൽ പറഞ്ഞേക്കണ ഒരു ക്രിസ്ത്യാനിയും ജൂതനും മുസ്ലിമിന്റെ ഭാരം എടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ ഫുൾ ആൻഡ് ഫൈനൽ ഞാൻ ഇവിടെ ഇടുന്നു.
ഈ ഭാരത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കേട്ടാ. ഭാരം കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുന്നു. ഇത് ലാസ്റ്റ്. ഇനി നിങ്ങൾ സംസാരിച്ചോളൂ. ആരും സംസാരിക്കണേ ഇല്ലെങ്കിൽ എനിക്ക് ഇത് കുറേ എടുക്കാനായിട്ട്. ഹലോ, ഒരു മിനിറ്റ്, കമ്പ്യൂട്ടർ സ്റ്റക്കായി. അപ്പൊ ലാസ്റ്റ് അവകാശം ഇതാക്കിയാൽ മതി. അടുത്ത ആൾക്കാർ വരുന്നില്ലേ നമുക്ക് എടുക്കുന്ന സൗകര്യം തന്നെ എടുത്താൽ മതി. അപ്പൊ ഇവിടെ നമ്മുടെ എക്സ്ചേഞ്ച് പ്രോഗ്രാം ഓഫ് ലാ അതെന്താണ്? നമ്മൾ ആദ്യം വായിച്ചു, ജൂതനും ക്രിസ്ത്യാനിക്കും ഭാരം എടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഖുറാനിൽ വായിച്ചു, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ ഭാരം ഏറ്റെടുക്കാൻ പറ്റില്ല. ആർക്കാണ് എടുക്കാൻ പറ്റണത്? റിയാദ് സലിഹീൻ 432 ഫൈനൽ. Messenger of law said, on the day of resurrection, Khairul Makrin will deliver to every Muslim, a Jew or a Christian, and say, this is your ransom from hellfire. ഇതാണ് നിങ്ങളുടെ റാൻസം. നരകം വിട്ട് കൊടുക്കില്ല. ഒരു മുസൽമാന് മറ്റേ മുസൽമാന്റെ പാപം ഏറ്റെടുക്കാൻ പറ്റില്ല. പാപം ഏറ്റെടുക്കാൻ പറ്റുന്നത് ആർക്കാണ്? ഒരു ജൂതൻ അല്ലെങ്കിൽ ക്രിസ്ത്യാനിക്ക്. അതുകൊണ്ടാണ് ഖൈറുൽ മാക്രീൻ പറഞ്ഞത്, മുസൽമാന്റെ റാൻസം ഫ്രം ഹെൽ ഫയർ ഈസ് എ ജൂ ഓർ എ ക്രിസ്ത്യൻ. റിയാദ് സലീഹീൻ 432. അപ്പൊ അങ്ങനെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ബ്രദേഴ്സ്, താഴെ ഇരിക്കുന്ന ആൾക്കാര് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് വരിക. അഭിപ്രായ വ്യത്യാസം അല്ല, ഇതിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ മുകളിലേക്ക് വരാം. ഇസ്ലാമികർ ഒരു ചോദ്യത്തിന് പോലും അവർക്ക് ഉത്തരം തരാൻ കഴിയുന്നില്ല. ഇതിലെന്തായാലും ഉത്തരം തരാൻ പറ്റില്ല. ഉത്തരം തരാൻ പറ്റില്ല. എന്താന്ന് വെച്ചാ അത് ക്ലിയർ ആയിട്ട് ഖുറാനിലും ഹദീസും എഴുതി വെച്ചേക്കുക. എന്തുത്തരം അവര് തരിക? നമ്മളില്ലാതെ ഒരു മുസൽമാന് മോക്ഷമുണ്ടാ? അച്ഛൻ ബ്രദറെ, നമ്മളില്ലാതെ, ഒരു ക്രിസ്ത്യാനിയും ജൂതും ഇല്ലാതെ ഒരു മുസൽമാന് മോക്ഷം കിട്ടില്ല, സ്വർഗം കിട്ടില്ല. സ്വർഗം കിട്ടുമെന്ന് അത് വഴിമധ്യേ അവര് ജിഹാദ് ചെയ്താൽ അവർക്ക് സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണ്, അത് ശരിയാ. ജിഹാദ് ചെയ്യണം, നമ്മളെ കൊല്ലണം. അതെ, ഒന്നിൽ ബോംബ് പൊട്ടണം, അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് അവർ മരിക്കണം. ഇത് രണ്ടും ചെയ്താലേ അവർക്ക് സ്വർഗം കിട്ടും. പിന്നെ മുഹമ്മദിന്റെ മൂത്രം കിട്ടത്തില്ലല്ലോ. മൂത്രം കിട്ടുമായിരുന്നെങ്കിൽ സ്വർഗത്ത് പോകാറുണ്ട്. അതെ, അല്ല, മൂത്രം കിട്ടിയ അവന്റെ വയറ് സ്വർഗത്തിലേക്ക് പോകും. ബാക്കി അവയവങ്ങൾ പോകുന്നത് നമുക്കറിയില്ല. വയറ് പോവും, ഇന്റസ്റ്റൈൻസ്, വയറ്, വായ, അത് പോവും. ബാക്കി അവയവങ്ങൾ പോണമെന്നില്ല. അങ്ങനെ എഴുതിയിട്ടില്ല ഒരു സ്ഥലത്തും പോകുന്നു. അപ്പൊ അതിനെ കുറിച്ചുള്ള അറിവുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുകളിലേക്ക് വരണേ. ഈ വയറല്ലാതെ സ്വർഗത്തിൽ പോകുന്ന വേറെ ഏതെങ്കിലും കാര്യമുണ്ട്? മുഹമ്മദിന്റെ മൂത്രം എന്തായാലും കിട്ടത്തില്ല. പിന്നെ വേറെയുള്ള കാര്യങ്ങൾ ഭൂമി പിളർന്ന് എടുത്തെന്നാ പറഞ്ഞത്. അതെ, മൂത്രം മാത്രം രാത്രി ആകുമ്പോൾ മുഹമ്മദിന് പേടിയുണ്ടായിരുന്നു, പുറത്തിറങ്ങത്തില്ല. അവിടെ കിട്ടുന്നത് വല്ല വെള്ളം ഒഴിച്ചു വയ്ക്കുന്ന കൂജ വല്ലതും ആണെങ്കിൽ ആ കൂജയ്ക്കകത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും കിണ്ടി ആണെങ്കിൽ ആ കിണ്ടിയിൽ ഈ മൂത്രം ഒഴിച്ചു വയ്ക്കും. പാവം വേലക്കാരി അറിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ സ്വർഗത്തിൽ പോകുന്ന വഴിയുണ്ട്. പിന്നെ 10 പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ ഇല്ലയോ ബദറെ? അങ്ങനെ എഴുതിയിട്ടുണ്ട്, എനിക്കറിയില്ല. 10 പ്രാവശ്യം. അത് ആദ്യം 10 അല്ല 50 പ്രാവശ്യം അല്ലേ? ആണോ? ഇപ്പൊ എന്തായാലും മിസ്റ്റർ വന്നിട്ട്